എന്തിനാ ഋതു ഇങ്ങനെ BP കൂട്ടുന്നത്? അംബിക കല്യാണ ഒരുക്കങ്ങളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക. അമ്പലത്തിലും വിളിച്ചു പറഞ്ഞു. ഇതെങ്ങനെ മുടക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ അവരുടെ കാര്യമല്ലേ ഋതു. അത് നടക്കോ നടക്കാതിരിക്കോ ചെയ്യട്ടെ. അതിന് നമുക്ക് എന്ത് വേണം? ആനന്ദം പിള്ള നമ്മുടെ ശത്രുവാ, സമ്മതിച്ചു. പക്ഷേ അയാളുടെ മകൾ എന്ത് ചെയ്തു? അവളോട് മര്യാദയ്ക്ക് സംസാരിച്ചതല്ലേ അവന്റെ ശരിക്കുള്ള സ്വഭാവത്തെ പറ്റി. എന്നിട്ടും ആ കുട്ടിക്ക് ബോധ്യമായില്ലെന്ന് വെച്ചാ വിളക്കിന്റെ മുമ്പിൽ വന്ന് വീഴുന്ന ഈയാൻ പാറ്റായിട്ട് അങ്ങ് കരുതിയാ മതി. ഒരു പെണ്ണിന്റെ ജീവിതമല്ലേ രാജു. ഒരു കുഞ്ഞിനെ എടുത്തോണ്ട് കരഞ്ഞു നിലവിളിച്ച് ആ ദിവ്യ പോകുന്നത് നമ്മളും കണ്ടതല്ലേ. ഋതു പറഞ്ഞാ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഋതു പറയുന്നത് അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ആ കുട്ടിയെ തിരിച്ചറിയണ്ടേ? അമ്മയും മകനും കൂടി ആ പെണ്ണിനെയും അവളുടെ അമ്മയും പറഞ്ഞ് മയക്ക് വശത്താക്കി വെച്ചിരിക്കുക. നമ്മൾ രണ്ടുപേരും അവരുടെ ശത്രുക്കളാണെന്നും അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇനി എന്ത് പറഞ്ഞാലും ആ പെണ്ണ് കേൾക്കില്ല, അവളുടെ അമ്മയും കേൾക്കില്ല. അങ്ങനെ അവര് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണ്ട. ഈ കല്യാണം എങ്ങനെ മുടക്കാന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാനൊരു പെണ്ണല്ലേ. മറ്റൊരു പെണ്ണ് ചെന്ന് ചതിക്കുഴിയിൽ വീഴുന്നത് കണ്ടു നിൽക്കുന്നത് വലിയ തെറ്റല്ലേ രാജു? ഇരയും വേട്ടക്കാരനും ഒരുമിച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പൊന്നു ഋതു, ഈ വിഷയം അങ്ങ് വിട്ടുകള. ഇല്ല, ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ആ ഹൃദയക്കാണല്ലോ ഇത്ര നിർബന്ധം നിങ്ങളുടെ കല്യാണം നടത്തരുതെന്ന്. അമ്മ അതിലൊന്നും ഇടപെടണ്ട, വിഷമിക്കാൻ വേണ്ട. ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്റെ കല്യാണം നടക്കും. അല്ല, ഇങ്ങനെ അന്യരെ പോലെ മാറി നിക്കല്ലേ. നമ്മളൊക്കെ ഇപ്പൊ ഒരേ വീട്ടുകാരാ, അന്യരൊന്നും അല്ല. മോളിരിക്കെ, ഇങ്ങനെ ബഹുമാനമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നീ എന്റെ മരുമകളായി കഴിഞ്ഞു. ഞാൻ ചെയ്ത സൽപ്രവൃത്തികളുടെ പുണ്യ ഇങ്ങനൊരു തങ്കപ്പെട്ട മരുമകളെ ദൈവം എനിക്ക് തന്നത്. ഞങ്ങളുടെയും പുണ്യ അമ്മേ ഇങ്ങനൊരു കുടുംബത്തിലേക്ക് വന്നു കയറാൻ സാധിച്ചത്. ശിവകാമി എന്നെ അമ്മയെന്നൊന്നും വിളിക്കണ്ട, അംബിക എന്ന് വിളിച്ചാ മതി. അയ്യോ, അതിത്തിരി കടന്ന കൈയല്ലേ. ഒരു കടന്ന കൈയുമില്ല. അമ്മ അംബികയെന്നും എന്നെ ദീപക്കെന്നും വിളിച്ചാ മതി. എടാ, നിന്നെ പിന്നെ നിന്റെ അമ്മായി അമ്മ ദീപക് സാറേന്ന് വിളിക്കണോ? പിന്നെ പെണ്ണിന്റെ അച്ഛൻ ആനന്ദംപിള്ള ജയിലില്ല. നിങ്ങളുടെ മറ്റു ബന്ധുക്കൾ അങ്ങ് പാലക്കാടും.